ലാഞ്ചവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പഠനം ആദ്യമായിട്ട് ഒരു തിയറിയായി ഡെവലപ്പ് ചെയ്യുന്നത് പോൾ ലാഞ്ചവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആറ്റംസ് വിത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ആണ്. ആൻഡ് ദിയർ ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റോർട്സ് ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ. In 1905, Paul Langevin proposed the theory of diamagnetism. Theory explains diamagnetism as a result of the response of the electrons in atoms or molecules to the external magnetic field. External magnetic ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലെ ആറ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ റെസ്പോൺസിനെയാണ് റെസ്പോൺസ് എങ്ങനെയാണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് തിയറി ഡെവലപ്പ് ചെയ്യുമ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓർബിറ്റൽ മോഷൻ ഡിസ്റ്റോർട്ട് ചെയ്യുവാണ്, അതായത് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് അല്ലേ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലുള്ളത്. അതെന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ഇൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ഇൻ ഓർബിറ്റൽസ് വിത്ത് പെയർഡ് സ്പിൻ. അതായത് ഒരു അപ്പ് സ്പിൻ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഡൗൺ സ്പിന്നൂടെ കാണും. സോ ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഹൗവർ വെൻ സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ദ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ഡയറക്ഷൻ ഡ്യൂ ടു ദെയർ ഓർബിറ്റൽ മോഷൻ. ഓർബിറ്റൽ മോഷൻ ഉള്ളത് കാരണം, അതായത് മെറ്റീരിയൽസിൽ ആറ്റംസ് ഉണ്ട്, ആറ്റത്തിൽ ഇലക്ട്രോൺസും ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജസ് റിവോൾവിങ് അറൗണ്ട് റൊട്ടേറ്റിംഗ് എ ബൗണ്ടറി സർക്കുലർ ഓർബിറ്റ്. സോ ഇറ്റ് ആക്ട്സ് ആസ് എ ഡൈപോൾ മൊമെൻറ്റ്. അങ്ങനെ ആകുമ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെൻ്റ് ഈ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് they will experience a force perpendicular to the field direction due to their orbital motion. Consider an electron rotating around the nucleus in a circular orbit of radius r with an angular frequency omega 0. അപ്പം സർക്കുലർ മോഷൻ ആകുമ്പോൾ അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ആരാണ് കൊടുക്കുന്നത്? ദ കൂളംബിക് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു എം ഒമേഗ. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ആർ ആണ്. ഹിയർ ദ ഒമേഗ ഈസ് ഒമേഗ 0. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ബൈ ടൈം. ഹിയർ ചാർജ് ഡിവൈഡ് ബൈ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E/2π/ω0. സോ നമുക്കിവിടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E/2π/ω0 ഇൻറ്റു πr². ഇക്വേഷൻ കിട്ടും E/2 ഇൻറ്റു ω0 r². ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ ലോറൻസ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ടു ആക്ട് ഓൺ ദി ഇലക്ട്രോൺ. ആ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. -BeV, വെർ V ദ വെലോസിറ്റി, V ഈസ് ഈക്വൽ ടു. അപ്പം ഇങ്ങനെ ഒരു ലോറൻസ്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കുമ്പോൾ ഒരു ലോറൻസ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച്ഡ് വെലോസിറ്റിയെ നമ്മൾ ഒമേഗ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് FL ഈസ് ഈക്വൽ ടു -BER ഒമേഗ. ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ ദിസ് ലോറൻസ് ഫോഴ്സ് ഈസ് ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്സ്. വേണ്ടേ, റേഡിയലി ഔട്ട്വേർഡ്സ് ആണ് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. റേഡിയലി ഇൻവേർഡ്സ് ആണ് കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ ഇതിന് രണ്ടിനും ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഒമേഗ വെലോസിറ്റിയിൽ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു F0 പ്ലസ് FL. F0 പ്ലസ് FL മീൻസ് ഇറ്റ് ഈസ് ദ അൾജിബ്രൈക് സം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു m⍵0² r -BER ഒമേഗ. Since it is moving with the velocity omega, the resultant force is equal to m⍵² r is equal to m⍵0² r -BER ഒമേഗ. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ mr⍵² പ്ലസ് ഈ -BER ഒമേഗ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് BER ഒമേഗ, ഇതിനെ ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ്. സോ mr⍵² പ്ലസ് BER ഒമേഗ മൈനസ് m⍵0² r ഈസ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0, വേർ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ω² ആണ്. ഇനി സൊല്യൂഷൻ, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. x ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √(b² - 4ac/2). ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് EBR, എയുടെ വാല്യൂ എന്ന് പറയുന്നത് m/r, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് m - m⍵0² r.
നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും മൈനസ് EBR പ്ലസ് 2m പ്ലസ് ഓർ മൈനസ് 2mr ഒമേഗ 0 ഡിവൈഡ് ബൈ 2mr. അതിനെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് EB/2m പ്ലസ് ഒമേഗ 0. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് ഇക്വേഷൻ എഴുതുവാണ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 മൈനസ് EB/2m. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇക്വേഷൻ നമ്മൾ സിമ്പിൾ മാത്തമാറ്റിക്സിൽ ഇവോൾവ് ആയ റിലേഷനാണ്. നമുക്ക് ഇനീഷ്യലി അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ 0 ആണ്. ലോറൻസ് ഫോഴ്സ് വന്നപ്പോൾ ആ ഒമേഗ 0യിൽ നിന്നും ഒരു ടേം കുറച്ചിട്ടാണ് നമുക്ക് ആ റിസൾട്ടൻ്റ് ആംഗുലർ വെലോസിറ്റി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദ ആംഗുലർ ഫ്രീക്വൻസി ഈസ് റെഡ്യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് സ്ലോ ഡൗൺ. ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതുണ്ട് ഒമേഗ 0 മൈനസ് EB/2m എന്ന് പറയുന്ന ഫാക്ടറാണ് മൈനസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് ടേംഡ് ആസ് ദ ലാർമർ ഫ്രീക്വൻസി. ദ റിഡക്ഷൻ ഇൻ ഫ്രീക്വൻസി പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രീക്വൻസി. അതായത് ദ റിഡക്ഷൻ ഫ്രീക്വൻസി പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസിക്ക് മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റിലും ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ മ്യൂ എന്ന് പറയുന്നത് മ്യൂ മൈനസ് മ്യൂ 0 ആണ്. മ്യൂ മൈനസ് മ്യൂ 0 എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് E/2 ഒമേഗ r² ആണ്. മ്യൂ 0 എന്ന് പറയുന്നത് മൈനസ് E/2 ഒമേഗ 0 r² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡെൽറ്റ മ്യൂവിൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടും. എത്ര ആണെന്ന് വെച്ചാൽ മൈനസ് E² r² ഡിവൈഡ് ബൈ 4m ടൈംസ് B. Since mu is parallel to the change in magnetic moment, shows that the induced magnetic, അതായത് ഡെൽറ്റ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ് നെഗറ്റീവാണ് കിട്ടിയേക്കുന്നത്. ഇനിഷ്യലി മ്യൂ പാരലൽ ടു ദ ബി ആയിരുന്നു. അപ്പം ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ കിട്ടിയെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ദ ന്യൂ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഒപ്പോസസ് ദ magnetic field or it is in a direction opposite to the magnetic field. Thus the response of electron in diamagnetic materials with susceptibility a negative value. Susceptibility എന്ന് പറഞ്ഞാൽ M/H മാഗ്നറ്റൈസേഷൻ വെക്ടർ ഡിവൈഡ് ബൈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് വാല്യൂ, അതായത് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ് കിട്ടിയിരിക്കുന്നത്. which explains the diamagnetic properties. When the equation 8 is applied to an atom, it needs, അതായത് നമുക്കിത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടി. അത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അതിനെ ഒരു മോളിക്യൂളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വേണ്ടി വരും. ബിക്കോസ് മോളിക്യൂളിൻ്റെ കേസ് ആകുമ്പോൾ വി ഹാവ് ടു കൺസിഡർ എ സ്പെറിക്കൽ സർഫസ്. അപ്പോൾ ആ സ്പെറിക്കൽ സർഫസിൻ്റെ ക്രോസ് സെക്ഷൻ നോർമൽ ടു ദ ഫീൽഡ് ഒരു എഫക്റ്റീവ് ഡയാമാഗ്നറ്റിക് റെസ്പോൺസിന് കാരണമായിരിക്കുന്നത് ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കമ്പോണൻ്റ് ഇൻ ഡയറക്ഷൻ ക്രോസ് സ്പെറിക്കൽ സർഫസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോർമൽ ടു ദ ഫീൽഡ് ഈസ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അന്നേരം ദ റിസൾട്ടൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r² പകരം 2/3 r² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് E² r² ഡിവൈഡഡ് ബൈ 6m ടൈംസ് B എന്ന് കിട്ടും. Given atoms have Z electrons and N atoms per unit volume. ഇപ്പോൾ ഒരു molecule which consists of N atoms with Z electrons per unit volume, then the susceptibility is given by chi is equal to M/H. M എന്ന് പറയുന്ന μ0 ടൈംസ് N into Z divided by B divided by delta mu. Because എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ B/μ0 ആണ്. ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തോ കിട്ടും, മൈനസ് E² r² chi is equal to μ0 NZ divided by B into ഡെൽറ്റ മ്യൂവിൻ്റെ വാല്യൂ മൈനസ് E² r² divided by 6m into B. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടും chi is equal to മൈനസ് μ0 E² by 6m NZ r². ഇവിടെ നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ദി ക്ലാസിക്കൽ ലാൻജെവിൻ ഇക്വേഷൻ ഫോർ ഡയാമാഗ്നറ്റിസം ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ.